ഇന്ദ്രൻ ചേട്ടൻ ലാലേട്ടന്റെ കൂടെ ഒന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു, ചിരി അടക്കി പിടിക്കാൻ പറ്റാണ്ട്. ഒരു കടമുണ്ട്, അത് ഇതുവരെ വീട്ടിയിട്ടില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പലിശയും ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കുന്നില്ല. പെരിയ വരുന്നുണ്ട്, ഒരിക്കൽ അത് പറയാം. അത് തിരിച്ചു തരാന്ന് പറഞ്ഞ് തിരിച്ചു തള്ളിയതാണ്. വലിയ സിനിമയിൽ വലിയ വേഷം തന്നതിന് വൈശാഖ സാർ, ബാക്കി എൻ്റെ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ശരിക്കും ഓണം ഒരു പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഓണം അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഒരു വലിയ നിറമുള്ളൊരു ഓണം കിട്ടി. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൂടാൻ തീരുമാനിച്ചൊരു ഓണം കൂടെയാണ്. അത് വലിയ വിജയമാക്കി തന്നെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നത്തെ ഒരുപാട് സന്തോഷം എത്തിച്ചേർന്നത്. ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു കഥ? ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ, ജിനു ചേട്ടാ, രാജു ചേട്ടാ, പിന്നെ ജിനു ചേട്ടൻ ഈ കഥാപാത്രം അല്ലെ ഈ ക്യാരക്ടർ ഇങ്ങനത്തെ കുഞ്ഞിയൊരു പരിപാടി ഉള്ളൂ എന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷപ്പെടുന്ന കാര്യം. ഇതിലുള്ള കാര്യങ്ങൾ എല്ലാവരുടെ പേരുകളും കേട്ടപ്പോഴും ഇങ്ങനെയുള്ള വലിയൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗവും പറ്റി വളരെയധികം സന്തോഷമായിരുന്നു. പിന്നെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി തുറന്നു പറഞ്ഞത്. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതിന്റെ അങ്ങോട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്റെ വൈശാഖനും ജില്ലേട്ടനും കൂടി കുറച്ചുകൂടി കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി സന്തോഷം തോന്നിയത്. അപ്പൊ എന്തായാലും ഇതിന്റെ വലിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പൊ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണണം. കാരണം ഓണത്തിന് ഇറങ്ങിയാൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ പോകുന്നതിൽ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സത്യമായിരിക്കും ഈ പറയുന്ന ഖലീഫ. അപ്പൊ എല്ലാവരും കാണണം. താങ്ക് യു. ഖലീഫ ദ ലെഗസി ഖലീഫ 2-ൽ കൂടുതലായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ നേരത്തെ ബിനോയ് സൂചിപ്പിച്ചത്